നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് റിയൽ നമ്പേഴ്സ് ആൻഡ് ദ ഡെസിമൽ എക്സ്പാൻഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. നമ്മൾ ഫസ്റ്റ് ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഫൈൻഡ് ഡെസിമൽ എക്സ്പാൻഷൻ ഓഫ് 10/3, 7/8 ആൻഡ് 1/7. ചുമ്മാ നമ്മൾ ഡിവൈഡ് ചെയ്യുക. ഓക്കെ, 10 ഡിവൈഡഡ് ബൈ 3 എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? 3 3s are 9, ബാലൻസ് 1. പിന്നെ നമ്മളൊരു പോയിന്റ് ഇട്ടു, 0 താഴത്തേക്ക് ഇറക്കി. ഓക്കെ, 3 3s are 9, ബാലൻസ് 1. പിന്നെ അതിനെ റിപ്പീറ്റായി പോയിക്കൊണ്ടിരിക്കും, ശരിയല്ലേ? അപ്പോൾ 3.333333 അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, അതതിൻ്റെ ആൻസർ. ഇനി നെക്സ്റ്റ് വൺ നമുക്ക് നോക്കാം. നെക്സ്റ്റ് വൺ എന്ന് പറയുമ്പോൾ 7 ഡിവൈഡഡ് ബൈ 8 ചെയ്യാം. ഓക്കെ, 7ൽ പോവില്ല. ഓക്കെ, അപ്പം നമുക്ക് 0 ഇടാം. 0.87 8 8s are 64. ഓക്കെ, സബ്ട്രാക്ട് ചെയ്യുക, 6 വരും. പിന്നെ നമുക്ക് 0 ഇടാം. 16നകത്ത് നമുക്ക് 7 8s are 56, ബാലൻസ് 4. പിന്നെ ഒരു 0, 8 5s are 40, ശരിയല്ലേ? നിങ്ങൾക്ക് റിമൈൻഡർ എത്ര വന്നു? 0 വന്നു. ഓക്കെ, അത് തീർന്നു. അടുത്ത് 1 ഡിവൈഡ് ബൈ 7 ചെയ്യാം. ഓക്കെ, അപ്പം ഇതുപോലെ തന്നെ ഡിവൈഡ് ചെയ്ത് നോക്കുക. ഇതുപോലെ തന്നെ ഡിവൈഡ് ചെയ്യുമ്പോൾ 0.142857 എക്സെട്ര അങ്ങനെ ആൻസർ കിട്ടും. ഓക്കെ, 3 നമ്മൾ ഡിവൈഡ് ചെയ്തു. ഇനി ഇതിന് 3 പ്രത്യേകതയുണ്ട്, അതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അതായത് നമ്മളൊരു നമ്പർ ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 വന്നു കഴിഞ്ഞാൽ ആ ഡെസിമൽ എക്സ്പാൻഷനെ വിളിക്കുന്ന പേരാണ് ടെർമിനേറ്റിംഗ്. അതായത് നമ്മളൊരു നമ്പറിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് ആൻസർ 0, റിമൈൻഡർ 0 വന്നു. ഓക്കെ, ആൻസർ എന്തോ ആയിക്കോട്ടെ, അത് നോക്കണ്ട. റിമൈൻഡർ 0 വന്നെങ്കിൽ അങ്ങനത്തെ ഡെസിമൽ എക്സ്പാൻഷനെ നമ്മൾ പറയുന്ന പേരാണ് ടെർമിനേറ്റിംഗ്. തീർന്നു. ഓക്കെ, തീരുന്നു. അതായത് റിമൈൻഡർ 0 ഉണ്ടെങ്കിൽ ടെർമിനേറ്റിംഗ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ 7/8 അതിൻ്റെ ഒരു എക്സാമ്പിളാണ്. 7/8 നമ്മൾ ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് 0.875 നമുക്ക് ഡിനോമിനേറ്റ് റിമൈൻഡറിൽ നമുക്ക് 0 വന്നായിരുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഡെസിമൽ എക്സ്പാൻഷൻ നമ്മൾ പറയുന്ന പേരാണ് ടെർമിനേറ്റിംഗ്. ഇനി ഒരിക്കലും 0 വരുന്നില്ല, പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഓക്കെ, അതായത് പോയിക്കൊണ്ടേയിരിക്കുക. നമുക്ക് വേറെ നമ്പർ തന്നെ 10 ഡിവൈഡ് ബൈ 3 ചെയ്തപ്പോൾ എനിക്ക് എന്താ കിട്ടി? 3.33333 അങ്ങനെ കിട്ടി. ഓക്കെ, ഇനിയിപ്പോൾ ഇത് നോക്കിയേ, 1.7ൻ്റെ നോക്കിയേ, 1.428571. അത് കഴിയുമ്പോൾ പിന്നെയും അതിൻ്റെ റിപ്പീറ്റിംഗ് അല്ലേ? 1428571. പിന്നെ അത് തന്നെ 425871, അത് തന്നെ പോയിക്കൊണ്ടിരിക്കും, ശരിയല്ലേ? അപ്പം ഇത്രയും പോർഷൻ റിപ്പീറ്റിംഗാണ്. എവിടെ വരെ? 7 വരെയുള്ള പോർഷൻ. ഓക്കെ, ഇതിനകത്ത് 3 റിപ്പീറ്റിംഗാണ്, ശരിയല്ലേ? ഇങ്ങനെ റിപ്പീറ്റായി പോയിക്കൊണ്ടേയിരിക്കും. അപ്പം നമുക്ക് റിമൈൻഡർ 0 വരുന്നില്ല. ഓക്കെ, ഇങ്ങനത്തെ ഡെസിമൽ എക്സ്പാൻഷനെ പറയുന്ന പേരാണ് നോൺ ടെർമിനേറ്റിംഗ് റെക്കറിങ്. ഓക്കെ, റെക്കറിങ് മീൻസ് റിപ്പീറ്റിംഗ്. റെക്കറിങ് അല്ലെങ്കിൽ റിപ്പീറ്റിംഗ് എന്ന് പറയാം, രണ്ടും ഒന്ന് തന്നെയാണ്. ഓക്കെ, അപ്പം നോൺ ടെർമിനേറ്റിംഗ് മീൻസ് 0 വരാത്ത ആൾക്കാരെയാണ് നമ്മൾ നോൺ ടെർമിനേറ്റിംഗ് എന്ന് പറയുന്നത്. ഡിനോമിനേറ്റർ അല്ല, സോറി, നമുക്ക് റിമൈൻഡറിൽ 0 വരാത്ത ആൾക്കാരെയാണ് നമ്മൾ എന്തെന്ന് പറയുക? നോൺ ടെർമിനേറ്റിംഗ്. ഓക്കെ, പിന്നെ നമുക്ക് കിട്ടുന്ന ആൻസർ ഉണ്ടാവുമല്ലോ, ആ ആൻസറിനെ റിപ്പീറ്റായി വന്നുകൊണ്ടിരിക്കുകയല്ലേ, പിന്നെയും പിന്നെ അത് തന്നെയല്ലേ വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ആൾക്കാർ നമ്മൾ പറയുന്ന പേരാണ് റിപ്പീറ്റിംഗ്. അപ്പോൾ ഇത് രണ്ടും ഒരുമിച്ച് വരുന്ന ആൾക്കാർ, അതായത് 0 നമുക്ക് റിമൈൻഡർ 0 കിട്ടുകയില്ല, എന്നാൽ ആൻസർ ഇങ്ങനെ റിപ്പീറ്റായി പിന്നെ അത് തന്നെ വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനത്തെ ആൾക്കാരെ പറയുന്ന പേരാണ് നോൺ ടെർമിനേറ്റിംഗ് റെക്കറിങ്. ഓക്കെ, ഇപ്പോൾ ഈ 3.33333 എങ്ങനെ ഈ പോയിക്കൊന്നെങ്കിൽ നാളെ എനിക്ക് വേറെ രീതിയിൽ എഴുതാം, 3.3 ബാർ. ഇതിനർത്ഥം എന്താ? അപ്പോൾ 3.33333 എന്നർത്ഥം. ഓക്കെ, ഇനിയിപ്പോൾ 3.67 ബാർ എന്നായിരുന്നെങ്കിലോ? അപ്പോൾ 3.676767 അങ്ങനെ. ബാർ ഏതിന് മേലാണുള്ളത് ആ നമ്പറാണ് റിപ്പീറ്റിംഗ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, സെയിം ഓർഡറിൽ. ഓക്കെ, ഇനിയിപ്പോൾ 6.573 ബാർ എന്നായിരുന്നെങ്കിലോ? 6.573573 അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇനിയിപ്പോൾ 3.25 ബാർ ആയിരുന്നെങ്കിലോ? അപ്പോൾ 3.255555. ഏതിനാണോ ബാർ ആ നമ്പർ റിപ്പീറ്റിംഗ് ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പം നമ്മൾ ടെർമിനേറ്റിംഗ് പഠിച്ചു, നോൺ ടെർമിനേറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പഠിച്ചു, പിന്നെ നോൺ ടെർമിനേറ്റിംഗ് റെക്കറിങ്. ഓക്കെ, അപ്പോൾ അത്രയുമാണ് ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് കോൺസെപ്റ്റ്. ഓക്കെ, സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്.